എൻ്റെ അടുത്ത കുറച്ച് ഫ്രണ്ട്സിന് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയത്തില്ല. അവരെങ്ങനെയൊക്കെ മാവ് കുഴച്ചെടുത്താലും സോഫ്റ്റായിട്ട് കിട്ടത്തില്ലെന്നുള്ള പരാതി എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് വീഡിയോ ആക്കി ഇടാം. അപ്പോൾ അവർക്ക് വേണേലും അത് കണ്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോ ചപ്പാത്തിയുടെ ആക്കി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൾട്ടിഗ്രെയിനിൻ്റെ ഗോതമ്പ് മാവാണ്. അതിനകത്തേക്ക് ഒരല്പം ഉപ്പും ഒഴിച്ചു കൊടുത്തു. ഞാനിപ്പം എപ്പോഴും ഞാൻ ഗോതമ്പ് മാവ് നനയ്ക്കാനായിട്ട് പച്ചവെള്ളമാണ് എടുക്കാറുള്ളത്. ഗോതമ്പ് മാവിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ആദ്യം അറിയാതെ ചെയ്യുന്നവരൊക്കെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. ഞാൻ എന്നും ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒരു പരുവമൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈമേ ഞാൻ എടുത്തങ്ങ് ഒഴിക്കുന്നത്. വെള്ളത്തിലോട്ട് ഉപ്പൊഴിച്ചിട്ട് ആ വെള്ളം ചേർത്ത് കുഴച്ചാലും മതി. ഞാനിപ്പം മാവിലേക്ക് ഉപ്പൊഴിച്ച് കൊടുത്തിട്ടാണ് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുത്തത്. നമ്മൾ പാത്രത്തിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കുഴച്ച് കഴിഞ്ഞ ശേഷം ഞാൻ അടുക്കളയുടെ സ്ലാവിൻ്റെ ഒരു ഭാഗം വൃത്തിയാക്കി തുടച്ചെടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ ഇതേപോലെ ഒന്ന് വെച്ച് ഉരുട്ടി മയപ്പെടുത്തി എടുക്കും. ചിലർ ഗോതമ്പ് മാവ് ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ കുഴയ്ക്കാറുണ്ട്. ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴയ്ക്കാറുള്ളത്. ഇതേപോലെ സോഫ്റ്റ് ആവണം. മാവ് നനയ്ക്കുമ്പം വെള്ളം കുറഞ്ഞു പോയാൽ ചപ്പാത്തി ഭയങ്കര കട്ടിയായിട്ടിരിക്കും, വീർത്തൊന്നും വരത്തില്ല. വെള്ളം കൂടി പോവുകയാണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുഴച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അറിയാത്തവർ ചെയ്യുമ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കുക. ഞാനിത് എൻ്റെ ഇക്കാടെ വീട്ടിൽ വന്ന ശേഷമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചത്. എൻ്റെ വീട്ടിൽ അങ്ങനെ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു. നല്ലതുപോലെ കുഴച്ചെടുത്ത ശേഷം അപ്പം തന്നെ ഞാനിത് ബോളാക്കി പരത്തി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കുഴച്ച് വെക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ കുഴച്ചെടുത്ത മാവ് നമ്മൾ ഇച്ചിരി ഗോതമ്പ് പൊടി തന്നെ തട്ടിയിട്ട് കൊടുത്ത് അതിലേക്ക് ചെറിയ ബോളുകളാക്കി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ ബോളിൻ്റെ എല്ലാ സൈഡിലും ഇതേപോലെ മാവ് പറ്റിക്കണം, ഇല്ലെങ്കിൽ ബോളുകൾ പരസ്പരം ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഓരോ ബോളുകളാക്കി എടുത്തു, മാവും ഉരുട്ടിയെടുത്തു. ഇനി നമുക്ക് ഓരോ ബോളും എടുത്ത് വെച്ച് പരത്തിയെടുക്കാം. അതിന് നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വട്ടം കറക്കി ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ബോളിൻ്റെ കനം അനുസരിച്ചിരിക്കും ചപ്പാത്തിയുടെ വലിപ്പം. ചെറിയ ചെറിയ ബോളുകളാണെങ്കിൽ ചെറിയ ചപ്പാത്തികൾ പരത്തിയെടുക്കാം. വലിയ ബോളാണെങ്കിൽ അതിനനുസരിച്ച് വലിപ്പത്തിൽ പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം മാവും കൂടി ഇട്ട് കൊടുത്ത ശേഷം പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ വലിയതായിട്ട് ബലം കൊടുക്കാതെ സോഫ്റ്റായിട്ട് അങ്ങ് പരത്തിയെടുക്കുക. പിന്നെ പൊടി ഇട്ട് കൊടുക്കുക, തിരിച്ചും മറിച്ചും ഇതേ കണക്കിട്ട് പരത്തി എടുക്കുക. അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിനും കിട്ടും. വളരെ സോഫ്റ്റായിട്ട് പരത്തുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് പൊള്ളിക്കയറി വരും. അങ്ങനെ ഞാൻ എല്ലാ ഇതും പരത്തി കഴിഞ്ഞു. നമ്മൾ എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്തിടുകയാണ്. പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ ഒന്നും ചുളുങ്ങാതെ നിവർത്തി തന്നെ വയ്ക്കുക. ഞാനിനി പരത്തി വെച്ച ചപ്പാത്തികളെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി സ്ലാവിൻ്റെ മണ്ടയെല്ലാം ഒന്ന് കഴുകി തുടച്ചിട്ട ശേഷമായിരിക്കും ചപ്പാത്തി ചുടാനായിട്ട് പോകുന്നത്. നല്ലതുപോലെ ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമുക്കൊരു ചപ്പാത്തി എടുത്തിട്ട് കൊടുക്കാം. നല്ലതുപോലെ ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സൈഡിട്ട് ഫുൾ അങ്ങ് വേവിക്കാതെ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ടിട്ടേ ഇത് വേവിച്ചെടുക്കാവൂ. അല്ലാതെ നമ്മൾ ഒരു സൈഡിട്ട് ഫുൾ അങ്ങ് വേവിച്ചാൽ എല്ലാ സൈഡും നല്ലതുപോലെ ഒന്നും വെന്ത് കിട്ടത്തില്ല. ഇതാകുമ്പോൾ എല്ലാ സൈഡും നല്ലതുപോലെ വെന്ത് വീർത്ത് പൊന്തി വരും. ഞാനിതിപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഡെയിലി ചെയ്യുന്ന രീതിക്കാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചപ്പാത്തികൾ ഉണ്ടാക്കുന്നത്. ഞാൻ എന്നും ഇതേ രീതിക്കാണ് എൻ്റെ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ചപ്പാത്തി നല്ലതുപോലെ പുള്ളി ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഉടനെ തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കണം. അല്ലാതെ പുള്ളി വരുന്നെന്നും പറഞ്ഞ് അങ്ങനെ വെക്കാതെ തിരിച്ചും മറിച്ചും അങ്ങ് ഇട്ട് കൊടുക്കണം. അന്നേരമേ ഇത് നല്ലതുപോലെ വീർത്ത് വരത്തുള്ളൂ. കൈകൊണ്ടൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബബിളൊന്ന് പൊട്ടിയാൽ ഇതിനകത്ത് നിന്നിരിക്കുന്ന ആവി മൊത്തം നമ്മുടെ കയ്യിലേക്ക് അടിച്ചു കയറും. കൈ പിന്നെ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും എല്ലാവരും ചട്ടുകം വെച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം. അപ്പോൾ ഇതേ രീതിക്ക് തന്നെ എല്ലാവരും ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം. നമുക്ക് നല്ലതുപോലെ സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ഇങ്ങനെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതേ രീതിക്ക് ചെയ്താൽ മതി.
ഇന്ന് ഞങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ കൊഞ്ച് റോസ്റ്റാണ്. അപ്പം ഞങ്ങൾ ഡിന്നറെല്ലാം കഴിച്ചിട്ട് വരാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കൂ. വളരെ സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടും.